ഹേ ഗൈസ്, എല്ലാവരുടെയും ഫേവറേറ്റ് സീരീസ് ആയ ഫുഡിംഗ് വിത്ത് കാർത്തിക് സൂര്യ ആൻഡ് സനുബ്രോയുടെ പുതിയൊരു എപ്പിസോഡ് ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വ്ളോഗ്. എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന വ്ളോഗ്. ഇതാരാ ഈ വ്ളോഗർ ഇവിടെ ഇരിക്കുന്നത്? സീറ്റ് ബെൽറ്റ് അല്ല, ഹാൻഡ് ബ്രേക്ക് താന്നിട്ടില്ല, ഫുള്ളും താന്നില്ല. അതെ, ഫോൺ വെച്ച് അതിന് ആപ്പ് വെച്ചിരുന്നു. ഇവിടെ ഫ്രണ്ടിൽ വെച്ച സ്ഥലം എന്തുമാത്രം ആൾക്കാരാണ് നിങ്ങളുടെ ഫുഡ് വ്ളോഗിങ് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത്. ഞാൻ കണ്ട് ഗൈസ്, താങ്ക് യു സോ മച്ച്. ഞാൻ ആ മെസ്സേജ് ഒക്കെ കുത്തിയിരുന്ന് വായിക്കുകയായിരുന്നു. ഇവന്റെ ചാനലാണെങ്കിലും ഞാനാണ് കുത്തിയിരുന്ന മെസ്സേജ്. എനിക്ക് എല്ലാത്തിലും തിരിച്ച് ലൈക്ക് ഇട്ടിട്ടുണ്ട്, റിപ്ലൈയും കാര്യങ്ങളൊക്കെ സനുബ്രോ ഇട്ടിട്ടുണ്ട് കുറെ എണ്ണത്തിനൊക്കെ. താങ്ക്സ് ഗൈസ്, ഞാൻ ഇത്രയും വിചാരിച്ചില്ല കേട്ടാ. നമ്മുടെ ഓഡിയൻസ് എന്നാ സുമ്മാവാ. സ്നേഹത്തിന് മുന്നിൽ ഞാൻ തളർന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മളിന്ന് കൊറിയൻ നോക്കാം. കൊറിയൻ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഇന്ന് അടപ്പാണെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, പക്ഷെ നോക്കാം. അതൊരുമാതിരി ഒരു കൈ കൊണ്ട് പൊക്കിക്കൊണ്ട് വന്നിട്ട് താഴെ ഇട്ടോലായിപ്പോ. എനിക്ക് എന്നാ ആ കടയിൽ പോയിട്ട് മറ്റേ ഡയലോഗ് അടിക്കണം. ഏതാ? അന്യഹസയോ. ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന് ചോദിക്കും. അവർക്ക് യഥാർത്ഥ കൊറിയൻകാരാണ്. അവരടുത്ത് ഇടിക്കോ? അങ്ങനെ ഒരു സാധനം ഉണ്ട്. മനസ്സിലായില്ലോ നീ പറഞ്ഞു. ഇത് എവിടെ നിന്ന് പഠിച്ചെന്ന്? ആരാണ് പഠിപ്പിച്ചത്? BTS പാർട്ടിയിൽ നിന്ന് എടുത്താണ് നീ? വർഷം എനിക്ക് പഠിപ്പിച്ചു തന്നതാണ്. മൈ ഗോഡ്, അവള് ജെൻസി ആണല്ലേ? മറ്റേ അവള് BTS ആർമിയിലൊക്കെ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവക്ക് പക്ഷെ BTS കാട്ടി ബ്ലാക്ക് പിങ്കോ. ബ്ലാക്ക് പിങ്ക്, ബ്ലാക്ക് അങ്ങനെ ഒരു സംഭവമാണ് അവക്ക്. ടീഷർട്ട് ഒക്കെ ഉണ്ടോ അച്ഛൻ്റെ മുന്നിൽ വാങ്ങിച്ചോട്? ആണാ? പിന്നല്ല, അതൊക്കെ ഫാൻ ആണെങ്കിൽ അതിന്റെ മെർച്ചൻഡൈസ്. അവൾ അത്ര ഫാൻ അല്ല, പക്ഷെ അവൾ ഇതൊക്കെ അറിയാം അവക്ക്. നീ വാങ്ങിച്ചു കൊടുത്താൽ ഫാൻ ആയിക്കോളും. ആണാ? ബ്ലാക്ക് പിങ്കിന്റെ ടീഷർട്ട് ഉണ്ട്, ഞാൻ ഹെൽപ്പ് ചെയ്യാം, ഡോണ്ട് വറി. യെസ്, സനുബ്രോയുടെ സഹായം ഉള്ളിടത്തോളം കാലം എനിക്കൊരു ടെൻഷൻ ഇല്ല. കാരണം ഉണ്ടല്ലോ സനുബ്രോ, ആ വീഡിയോ ഞാൻ പിന്നെ എടുത്തിട്ട് കണ്ടു നോക്കിയപ്പോഴേ ഒരുപാട് യൂസ്ഫുൾ ഇൻഫർമേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മളല്ല, നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ കേട്ട് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനത് ചുമ്മാ പറഞ്ഞു പൊയ്ക്കൊണ്ട്, ഞാൻ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിലല്ല പറഞ്ഞത്. നോർമലി നമ്മൾ സംസാരിക്കുമ്പോ ഇങ്ങനെയാണ്. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ സനുബ്രോ ഒക്കെ നമുക്ക് പറഞ്ഞു തരും ഗൈസ്. ഞാനും ഇതിങ്ങനെ പോയി പഠിക്കുന്നതാണ് ഗൈസ്. ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് അപ്പൊ ട്രൈ ചെയ്യുന്ന സാധനം എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച്. എനിക്ക് റിസർച്ചിങ് പരിപാടി കുറച്ച് കൂടുതലാണ്, അതാണ് സംഭവം. അതിപ്പോ ഫുഡിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്തായാലും ഞാൻ കുത്തിയിരുന്ന് റിസർച്ച് ചെയ്യും. ഗൂഗിൾ ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അതാണ് എനിക്ക് സനുബ്രോ ഇത്ര ഇഷ്ടം. മാത്രം കൊണ്ടല്ല, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമാണ്, എന്നാലും അതുകൊണ്ടും കൂടെ ഇഷ്ടമാണ്. കുറെയൊക്കെ നമുക്ക് ആ ഒരു എന്നാലും കൊറിയൻ ഫുഡ് ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടില്ല. എടാ, ഇത് രണ്ടിടം ഉണ്ട്. ഇത് മെയിൻ സ്ഥലമാണ്, നമ്മൾ പോയി നോക്കാം. അതില്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രീറ്റ് ഫുഡ് സ്റ്റോൾ ആയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് തുറന്നിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങിയത്. ടച്ച് വുഡ് തുറന്നിരിക്കുകയാണെങ്കിൽ ഇന്ന് നമ്മള് കിണ്ണം കാച്ച കൊറിയൻ ഫുഡ് കഴിക്കുന്നത്. സാധാരണ ഫുഡ് നമുക്കറിയാലോ, വെറുതെ നമ്മൾ എന്തായാലും കഴിക്കുന്നു. അപ്പൊ നമുക്ക് എന്താ ഒരു വെറൈറ്റി സാധനങ്ങൾ. വർക്കൗട്ട് ഒക്കെ എങ്ങനെ പോകുന്നു? 4 ദിവസം എടാ പോയിട്ട് നിന്റെ അടുത്ത് നീ കഥയൊക്കെ നീ എന്നെ കൊണ്ടിട്ട് ചാലഞ്ചിന്റെ നീ തന്നെ കൊളാക്കിയിട്ട് അവസാനം കല്യാണത്തിന് പറയും സനുബ്രോ മുണ്ട് എവിടെയെന്ന് ചോദിക്കുന്നു. ചോദിക്കാം, അത് ഉടുത്തോണ്ടേ വരാവൂ, അത് നമ്മുടെ മാനം കാക്കണം. പക്ഷെ ഷാസ് അവിടെ കട്ട ഡയറ്റിംഗ് ആണ് കേട്ടോ. അവൻ സീരിയസ് ആണ് മുണ്ട് കൊടുക്കുന്നതിന്റെ കേസിൽ. അവൻ എന്തൊക്കെയോ ഡിസൈൻ ഒക്കെ അവരെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുണ്ടിന് ഡിസൈനോ എന്തൊക്കെയോ, അതായത് സെറ്റ് എന്തെങ്കിലും ഡിസൈൻ ഒക്കെ ഉള്ള സാധനം എടുക്കണമെന്ന് പറഞ്ഞിട്ട്. സനുബ്രോ, ഞാനാണെങ്കിൽ ഒരു കേറ്ററിംഗ് ആൾക്കാരെ നോക്കി. നിങ്ങളിത് നോർമൽ ആണെന്ന് നോക്കണേ. നമ്മൾ ഒരു ടീമിനെ വിളിച്ചപ്പോഴത്തേക്കും അവരുണ്ടല്ലോ ഒരു വലിയ മെനു വന്നിട്ട് 800 രൂപ പെർ പ്ലേറ്റ് ആണ് പറഞ്ഞത്. എന്തൊരു ഫുഡ് ആയിക്കോട്ടെ. അല്ല, ഞാൻ അപ്പൊ ആലോചിച്ചേ, 800 രൂപ പെർ പ്ലേറ്റ് ആണെങ്കിൽ അതുകൊണ്ടാണ് അവരെ കുറെ സാധനങ്ങൾ കാണും, പല പല ലൈഫ് സ്റ്റേഷൻ. അപ്പൊ ആ ഒരു ലെവൽ സെറ്റപ്പ് ചെയ്യുന്ന സംഭവമായിരിക്കും, മനസ്സിലായി. പക്ഷെ ഇത്രയൊക്കെ തിന്നൂടാ ആൾക്കാർ. അല്ല പ്രശ്നം കേട്ടോ, ഞാൻ ഇത് 2000 പേർക്കാണ് പറഞ്ഞത്. അപ്പൊ അത് മാത്രം 16 ലക്ഷം രൂപ വരും. ഓക്കെടാ, അപ്പൊ നിന്റെ കല്യാണം എവിടെയെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊന്നും പറ്റൂല ഗൈസ്. ഞാൻ ഒരു 150-200 രൂപ പെർ പ്ലേറ്റ് ആയിരുന്നു എന്റെ മനസ്സിൽ. 800 രൂപ എന്റെ അമ്മ, 800 രൂപ 150 രൂപയാണെങ്കിൽ 3 ലക്ഷം രൂപ എന്നൊക്കെ ഉള്ള രീതിയിൽ ഫുഡിന് ഞാൻ ചെന്നപ്പോഴത്തേക്ക് 800 രൂപയുടെ ഒരു വലിയ ബില്ലടിച്ചെന്ന് ഗൈസ്. ഐ മീൻ ഫിക്സ് ആയിട്ടില്ല, നമ്മളിങ്ങനെ ആൾക്കാരെ നോയിക്കൊണ്ടിരിക്കണുള്ളൂ. പക്ഷേ മന്തി വരെ കാണൂടാ. മന്തി ഒന്നും ഇല്ലായിരുന്നു അതിനകത്ത്. മെനു കൊഞ്ചൊക്കെ ഉണ്ടായിരുന്നു, കൊഞ്ച് ഫ്രൈ ഒക്കെ. കൊഞ്ച് വെരി എക്സ്പെൻസീവ്, യു നോ. അതെ, പ്രോൺസ്. നമുക്ക് കുറച്ച് ഒരു ചിക്കൻ ഫ്രൈ നൊത്തോലി ബഡ്ജറ്റ് കട്ട് 800 കുറച്ച് കുറയൊന്നും ചോദിക്കാം. നമ്മള് പ്രോൺസ് വേണ്ട, നമുക്ക് ചെറിയ മീനും എല്ലാം മതി എന്ന് പറയാം. എനിക്ക്
പക്ഷേ കല്യാണം എന്ന് പറഞ്ഞാൽ ചെലവൊക്കെ ഉണ്ട് കേട്ടാ. അല്ല ജീവിതത്തിൽ ചെലവുണ്ട് സാനിബ്രോ. നമ്മൾ ഓഡിറ്റോറിയം ബുക്ക് ചെയ്തപ്പോ തന്നെ നല്ലൊരു എമൗണ്ട് ആയി. ഓഡിറ്റോറിയം ബുക്ക് ചെയ്തല്ലേ? അത് ലീക്ക് ആക്കാൻ പറ്റൂലല്ലോ അല്ലേ? ഞാൻ ആദ്യം വിചാരിച്ച് കാണിക്കാതെ, പിന്നെ എനിക്കൊരു പേടി. ഞാൻ ബുക്ക് ചെയ്യാൻ പോണ എപ്പിസോഡൊക്കെ എടുത്തതാണ്. എനിക്ക് ഐഡിയ ഉണ്ട് നീ ഏത് സ്റ്റേഡിയം ഒന്നുമില്ല ഓഡിറ്റോറിയം ബുക്ക് ചെയ്തെന്നുള്ളത്. അല്ല ആൾക്കാർ എത്ര ഉണ്ടല്ലോ. നമ്മളെന്തായാലും ഒരു ഗംഭീര കല്യാണമായിരിക്കും ഗൈസ്. വി ആർ വെയിറ്റിംഗ് ഫോർ കാർത്തിക് സൂര്യാസ് വെഡിങ്. 800 രൂപയുടെ പ്ലേറ്റ് ഒന്നും എക്സ്പെക്ട് ചെയ്യരുത്. ബജറ്റ് ഫ്രണ്ട്ലി. ശരിയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വീട് പണി 300 വരെയൊക്കെ 300 400 ഒരു എത്രയാണ് നിന്റെ മനസ്സിൽ എത്രയാണ്? ഒരു 200 200 എന്താ ജാപ്പനീസ് ഒക്കെ ഇറക്ക്. നമ്മളിപ്പോ നിന്നെ ഇവിടെ കൊണ്ടുപോകണം എന്തുണ്ടെന്നാണ് എന്റെ വിചാരം. കല്യാണത്തിന് ഇതൊക്കെ വേണം ഈ വിഭവങ്ങളൊക്കെ. ഗൈസ് പറയൂ ഗൈസ്, ചാറ്റിൽ പറയൂ. അവനിങ്ങനെ വെച്ചം പിടിച്ചാൽ ശരിയാവില്ല. നമുക്ക് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് ഒക്കെ വേണം നമ്മളെ മെനുവില്. 800 കമാൻ. നമ്മള് കേരളം കണ്ടിട്ടില്ലാത്ത മെനുവും. കേരളം കണ്ടിട്ടുള്ള മെനു ഇതൊക്കെ അവര് പറയണേന്ന് പറഞ്ഞാലേ ഒരുവിധമൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുക്കുമെന്ന് ഞാൻ വായി മുളിച്ചിരുന്നു പോയി. നമുക്ക് ജാപ്പനീസ് എന്റെ 150 രൂപ ഇവിടെ കിടക്കണം, അങ്ങനെ പറഞ്ഞ് 200 രൂപ ഇവിടെ കിടക്കണം. നമുക്ക് ജാപ്പനീസ് മെനു ആക്കാം. 150 രൂപയ്ക്ക് എന്ത് കിട്ടും? എല്ലാവർക്കും നമുക്ക് ജപ്പാൻ ടീമാക്കാം. എല്ലാരും കുറച്ച് ജാപ്പനീസ് കഴിച്ച പോലെ. ഞാനിപ്പം നാട്ടുമ്പുറത്തെ അണ്ണന്മാരൊക്കെയാണ് പറഞ്ഞത്. അവരൊക്കെ വന്ന് ജാപ്പനീസ് നൂഡിൽസ് എടുത്തിട്ട് മൂക്കി കൂടെ ഇട്ട് വായി കൂടെ വലിച്ചിറക്കും. കഴിച്ചു പോടാതെ അവന്റെ. ഞാൻ വെയിറ്റിംഗ് ആണ്. ട്രിവാൻഡ്രം സദ്യ കഴിച്ചിട്ട് കുറെ നാളായി. അത് അടിപൊളി സദ്യ തന്നെയാണ് ഞാൻ വെയിറ്റിംഗ്. ബോളിയും പായസവും ഇത് പ്രോപ്പർ ആയിട്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബോളിയും പായസം, ദാറ്റ് ഈസ് മൈ എയിം. 3 പായസം, അട, കടല, ബോളി, പാൽപ്പായസം. 100 രൂപ സാധനം കിട്ടിയില്ലെങ്കിലും എനിക്ക് ഇല്ല ഇത് സദ്യയല്ലേ. സദ്യ വേണം. ഞാൻ റിസപ്ഷന് വേണ്ടിയിട്ടാണ്. ഓ അങ്ങനെ റിസപ്ഷൻ എത്ര പേരും കൂടി പോയാ? റിസപ്ഷനാണ് 2000 പേര്. റിസപ്ഷൻ 2000 പേരാണ്. അതല്ലേ കല്യാണത്തിനപ്പോ എത്ര പേര്? കല്യാണത്തിന്റെ സദ്യയും കാര്യങ്ങളൊക്കെ നോക്കണം പെൺവീട്ടുകാരും. റിസപ്ഷനാണ് നമ്മളവിടെ പയ്യന്റെ വീട്ടുകാർ നോക്കണത്. അപ്പൊ റിസപ്ഷന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിസപ്ഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ നോർമലി ഉള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം, ലൈവായിട്ടാണെങ്കിൽ അപ്പം, മറ്റേ ദോശയോ അല്ലെങ്കിൽ ചപ്പാത്തിയോ പൊറോട്ട അങ്ങനെ എന്തെങ്കിലും, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, ചിക്കൻ കറി, അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് സാറിന് വരണത്. അതാണ് നിന്റെ ഫേവറേറ്റ് ഫുഡൊക്കെ കൂടെ വെച്ചിട്ടൊരു സാധനം ചെയ്യും. നിനക്കെന്താ നീ റിസപ്ഷൻ പോകുമ്പോ നിനക്ക് എന്താണ് കഴിക്കാൻ താല്പര്യം? ആ സാധനങ്ങളൊക്കെ നിന്റെ കല്യാണം വെച്ചോ. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പൊ വെച്ചോ, നിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാലോ. നീ ഒരു റിസപ്ഷന് പോകുമ്പോ എന്തൊക്കെയാണ് നിനക്ക് അങ്ങനെ പിടിക്കണം നോക്കാമല്ലോ. നമുക്ക് നിന്റെ ടേസ്റ്റ് അറിയുകയും ചെയ്യാം. എന്റെ ടേസ്റ്റ് പൊതുവെ ആൾക്കാർക്കൊക്കെ അറിയാം. ഞാൻ കുറച്ച് മണ്ണിന്റെ മണമുള്ള മനുഷ്യനാണ്. മണ്ണ് കാര്യം തിന്നാൻ കൂടുതൽ മണ്ണിന്റെ മണമെന്ന് വെക്കണ്ട. ഫുഡിന്റെ കേസിൽ നോ കോംപ്രമൈസ്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഐ ആം ഫുഡി. വളർന്നു ഇപ്പല്ലേ പിള്ളേര് നമ്മൾ അവര് ഫുഡ് ബ്ലോഗർ ആവാൻ പറയുന്നുണ്ട്. സത്യം അത് പറയണല്ലോ. നിങ്ങൾ ആയി കഴിഞ്ഞാൽ അത് നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും കാണുകയും ചെയ്യുന്നത്. ഞാൻ ഫുൾ പുഷ് ചെയ്ത് അവനെ കൊണ്ട് 800ന്റെ പ്ലേറ്റ് അടുപ്പിക്കാൻ കഴിച്ചു. ഡോണ്ട് വറി, സെറ്റാക്കാം നമുക്ക്. 2000 പേര് എന്റെ അടുത്ത് നന്ദി പറയും. നിങ്ങൾ പറ വേണ്ടല്ലോ. അവര് വെയിറ്റിംഗ് ആണ്. 800 രൂപയ്ക്ക് എന്തൊക്കെ തിന്നാൻ പറ്റും. വീട്ടില് ലിഫ്റ്റ് ഒക്കെ വെക്കണേന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ അത് പിന്നത്തെ കേസല്ല. നമുക്ക് ആദ്യം ഇത് കഴിഞ്ഞിട്ട് ലിഫ്റ്റ് 1 by 1. ആദ്യം നമുക്ക് കൊറിയൻ കയറ്റാം. കൊറിയൻ ഉണ്ടായാൽ മതി. നമുക്ക് മറ്റേ ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്. അതെ, കൊറിയ വായോ. എവിടെയോ ആണ് അതിന്റെ സ്ഥലം. പ്ലേറ്റ് ദൈവമേ. കൊറിയൻ ആയിക്കാലോടാ. നമുക്ക് 150 രൂപ പ്ലേറ്റ് പിടിക്കാം. കൊറിയൻ നമുക്കൊരു എല്ലാ വേൾഡിൽ നിന്ന് ഓരോരോ ഡിഷ്. മിക്കവാറും കാർത്തിക് അത് കഴിഞ്ഞു. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ വീട്ടിൽ എടുത്തോണ്ട് പോകും. ചെറുക്കനെ കാണാനില്ല. നോക്കുമ്പോ കാറ്ററിംഗുകാരുടെ കൂടെ പോകുന്നു. നീ 4 വർഷം പാത്രം കഴിവിട്ട് പോയാ മതിയടാ ഇവിടെ നടക്കണേ. ഞാനാണ് പ്ലാൻ ചെയ്യണമെങ്കിൽ മിക്കവാറും നടക്കും. ഒരു ദിവസം രാത്രി എല്ലാവർക്കും കൂടെ ഫുഡ് കൊടുക്കണേന് 16 ലക്ഷം രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ പോലൊരു സാധാരണക്കാരന് അത് ചിന്തിക്കാൻ പറ്റുന്നൊന്നല്ല. അതെ, യൂട്യൂബും മറ്റേ ചാനലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലുവേ ഉള്ളുകൊണ്ട് ഞാൻ ഇപ്പോഴും ഇല്ലടാ, അത് കുഴപ്പമില്ല. നമുക്ക് മറ്റേ വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ പൊറോട്ട ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല. എനിക്ക് അതൊക്കെ നൈസായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ട്രിവാൻഡ്രം സ്റ്റൈൽ എന്ത് കിട്ടിയാലും വിഴിഞ്ഞൻ ചിക്കൻ ഫ്രൈ ഒക്കെ വെച്ചാൽ രസമായിരിക്കില്ലേ? കുറച്ച് എരിഞ്ഞ് ചാവുന്നേ ഉള്ളൂ. അടുത്ത ദിവസം കല്യാണത്തിന് വിളിച്ചിട്ട് കൊന്നാടാന്ന് അടുത്ത ദിവസം ഡ്രാഗൺ പൈലി അല്ലാണ്ടോ രാവിലെ കുറച്ച് എല്ലാരും ഫോൺ വിളിച്ചിട്ട് തെറി വിളിക്കും. ഹമ്പിള് വിളിക്കണം. ഹലോ
ഹലോ അളിയാ, എടാ സോറിയടാ, ഞാനേ നിലത്ത് നിൽക്കാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പറഞ്ഞോ. അയ്യോ എടാ, എന്റെ കൊറിയൻ കട അടച്ചടാ. നടക്കുന്ന കടവേ കാണിച്ചത്. ഓ, ഞങ്ങള് കൊറിയൻ കഴിക്കാൻ വന്നേണ്. ആ, കൊച്ചിയിലെ ഏക കൊറിയൻ റെസ്റ്റോറന്റ് അല്ലേ? ഓ, അതേതോ വീഡിയോയില് കണ്ടപ്പോ ഞാൻ ഓർത്തായിരുന്നു. ബാങ്ക് കൊറിയക്കാര് ചതിച്ചടാ. കൊറിയക്കാർ അടച്ചിട്ട് പോയി. വിഷുവായിട്ടാണോ? അവർക്ക് എന്തോന്ന് വിഷു, കൊറിയക്കാർക്ക് എന്തൊരു വിഷുവാ. അത് കിഷു. അതാ ഞാൻ ആലോചിച്ചത്, ഇന്നെന്താ എനിക്ക് തോന്നുന്നു അവര് റെസ്റ്റ് എടുക്കുന്നതായിരിക്കും. അതായിരിക്കും, ചിലപ്പോ അതായിരിക്കും. നാളെ ഓപ്പൺ ആണെന്നാണ്. നീ എന്നറിയാം. അപ്പൊ നമുക്ക് കൊറിയ കഴിക്കാം അവിടെ. ഇന്ന് തൽക്കാലം നമുക്ക് ലോക്കൽ വല്ല കൊറിയനും കഴിക്കാം. അതായിരിക്കും നല്ലത്. ഇപ്പൊ വല്ല കൊറിക്കാൻ പോവാ നമുക്ക്. നീ വരണില്ല എടാമ്പിളി? നമ്മള് കാക്കനാട് സനുബ്രോ സക്കൂറ കൊമിച്ചി പിടിച്ചാലേ. അത് മറ്റേ വീട്ടിലൂണ് ജാപ്പനീസ്. അത് ഞാനൊക്കെ ജാപ്പനീസിലെ വീട്ടിലൂണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളത് ലൈവ് പോയിട്ടില്ല. അത് ജപ്പാനിലെ വീട്ടിലാണ്. അതവിടെ നീ അടുത്താണ്. നീ അവിടെ വരണ. കാക്കനാടാ? അങ്ങോട്ടാണ് വരുന്നത്? എടാ സക്കൂറ കൊമിച്ചി എന്നാണ് കടയുടെ പേര്. സക്കൂറ കൊമിച്ചി. എന്റെ പൊന്നെ, അതൊന്ന് ടൈപ്പ് ചെയ്ത് അയക്കും എനിക്ക് വാട്സാപ്പിൽ. ഞാൻ അടിക്കുമ്പോ വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകും. അയച്ചുതരാം. നീ സക്കൂറ അടിച്ചാൽ മതി, അപ്പൊ വരും. എടാ നീ ഇപ്പൊ തന്നെ അടിച്ചു. സക്കൂറ അടിച്ചിട്ട് കണ്ട കൂറ സ്ഥലത്തൊന്നും കയറി പോവരുത്. നല്ല തമാശ ആയിട്ടില്ല. കൊറിയക്കാർ അടച്ചേക്കുന്ന സ്ഥിതിക്ക് മിക്കവാറും ജപ്പാൻകാരും അടച്ചിരിക്കും. ചൊവ്വാഴ്ച അടച്ചിടായി. ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും കേട്ടോ. വിളിച്ചു വെച്ചിട്ട് പോ. ആ ശരി, ഒന്ന് വിളിച്ചു നോക്കട്ടെടാ. ശരി ഓക്കെ. സക്കൂറ കൊമിച്ചി. ഗൈസ്, ഞങ്ങളെ കൊറിയക്കാര് ചതിച്ചു ഗൈസ്. ഓപ്പൺ ആണ്. യെസ്, നമ്മള് ജപ്പാൻ വരെ വിട്ടിട്ടില്ല ഗൈസ്. നമുക്ക് ജപ്പാനിൽ പോവാം. നിങ്ങൾക്ക് ഇന്ന് ഞാൻ ജപ്പാനിലെ വീട്ടിലൂണ് കാണിച്ചു തരാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സക്കൂറ കൊമിച്ചി എന്ന് പറഞ്ഞ കട, ഇതൊരു ജപ്പാൻകാരൻ ഇന്ത്യയിൽ വന്നിട്ട് ഒരു റെസ്റ്റോറന്റ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റ് ആണ്. അങ്ങേര് ഓൾ ഓവർ ഇന്ത്യ 1.5 വർഷം ട്രാവൽ ചെയ്തിട്ട് അങ്ങേര് പക്ഷേ കേരളത്തിൽ വന്നപ്പോൾ അങ്ങേർക്ക് വേറെ ഏതോ ഒരു രാജ്യത്ത് വന്ന ഫീൽ പോലെ അങ്ങേർക്ക് തോന്നി. അങ്ങനെ അങ്ങേര് ഇവിടത്തെ, കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ ആൾക്കാർ അങ്ങേരെ പറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. ഒരുപാട് പേര് അങ്ങേരെ ഉടായ്പ ഒക്കെ കാണിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ കേരളത്തിൽ വന്നപ്പോൾ അങ്ങേർക്ക് ഭയങ്കര ഒരു റെസ്പെക്ട് തോന്നിയിരുന്നു കേരളത്തിനോട്. അങ്ങനെ ഓർമ്മയുണ്ടോ എന്തൊരു അയാളത് വഴിയെ മനസ്സിലാക്കിക്കോളൂ. മലയാളികൾ അങ്ങനെ കിട്ടുന്ന പണി ഇത്രയും വെയിറ്റ് ചെയ്തതിന് നല്ലപോലെ കിട്ടും അങ്ങേർക്ക്. അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോ അങ്ങേർക്ക് ഒരു ലൊക്കേഷൻ കിട്ടി. അങ്ങനെ മാപ്പ് ഇട്ടത്. അപ്പോ അങ്ങേര് ഇവിടെ വന്നിട്ട് തുടങ്ങിയ റെസ്റ്റോറന്റ് ആണ് സക്കൂറ കൊമിച്ചി. ഇത് പുള്ളിക്കാരൻ ലോക്കലി സോഴ്സ്ഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് കംപ്ലീറ്റ് ഫുഡും ചെയ്യുന്നത്. അത് മാത്രമല്ല, പിന്നെ എന്തൊരു സാധനം ഉണ്ടായിരുന്നല്ലേ, പിന്നെ അവിടെ നിൽക്കുന്നവരൊക്കെ ജപ്പാൻകാരാണ് ഓൾമോസ്റ്റ് എന്നാണ് അവര് പറഞ്ഞത് നമ്മളടുത്ത്. അതെ, ആദ്യത്തെ പ്രാവശ്യം പോയപ്പോ ശ്വാസം അത് പൊളിച്ച്. ശ്വാസം ഞങ്ങളും കൂടെ രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോഴത്തേക്കും അത് ഒരു പെണ്ണ്, ഞങ്ങൾ ശ്വാസിന്റെ അടുത്ത് തർക്കിച്ച് കേസ് ഫുൾ ജപ്പാൻകാരാണ്. നമ്മൾ മുതലാളി പറഞ്ഞതാണ്. അപ്പം ശ്വാസാണെങ്കിൽ ഒരു പെണ്ണിന്റെ അടുത്ത് ചോദിച്ചപ്പം അവള് പറഞ്ഞ അവള് നേപ്പാളിയാണ്. മണിപ്പൂരി മണിപ്പൂരി നേപ്പാളിയല്ല, മണിപ്പൂരി എന്ന്. നമ്മളെ നാണം കെടുത്തി. ഞങ്ങളുടെ ബിംബം ഉടഞ്ഞു പോയി കേസ്. ഫുൾ ഓതന്റിക് ജപ്പാൻ ആൾക്കാരാന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ സ്റ്റോറിയിൽ ചെറിയ സംശയം എനിക്കും തോന്നുന്നുണ്ട്. ഓണോ ചെറിയതായിട്ട് തള്ളിയതാണ്. അപ്പോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ടല്ല, ആക്ച്വലി അവിടുത്തെ ഫുഡ് അത്യാവശ്യം നല്ലതാണ്. അവിടുത്തെ മറ്റേ ഫ്രൈഡ് ചിക്കനൊക്കെ സൂപ്പറാണ്. അപ്പൊ നമ്മള് സക്കൂറ കൊമിച്ചിയിലോട്ട് പോട്ടെ ഗൈസ്. പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ ജാപ്പനീസിൽ അവർ വീട്ടിൽ കഴിക്കുന്ന ഫുഡ്, ഫാൻസി നമ്മൾ ടോണിയിൽ അവിടെ പോയ പോലത്തെ സാധനമല്ല. ഇത് നോർമൽ ജപ്പാൻകാര് വീട്ടിലുണ്ടാക്കി കഴിക്കുന്ന അതേ ഒരു ടൈപ്പ് ഓഫ് ടേസ്റ്റ് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരുപാട് ഫാൻസി സാധനങ്ങളൊന്നും അവർ ആഡ് ചെയ്യാതെ. അതെ, ഇവിടെ കിട്ടുന്ന ഉള്ളി സവാളയൊക്കെ അതിന്റെ അത് കാണും. ജാപ്പനീസ് വീട്ടിലൂണ്. ഓക്കെ, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ ഗൈസ്. അങ്ങോട്ട് എത്തിയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ഇതാണ് ഗൈസ് ഞങ്ങൾ പറഞ്ഞ സക്കൂറ കൊമിച്ചി. അങ്ങനെയൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത് തോന്നുന്നത്. അത് തന്നെ സാധനം. പക്ഷെ ഇതിന്റെ കോമഡി എന്താണെന്ന് അറിയാം ബ്രോ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ജിമ്മാണ്. അവിടെ ഉള്ളവന്മാർക്ക് വെള്ളം ഇറക്കി കാണാം. ഹമ്പിളിന് അതെ, ഹമ്പിൾ നമ്മൾ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവ ഇങ്ങ് എത്തട്ടെ, തൽക്കാലം നമുക്ക് കയറാം. കണ്ടോ, ഇതെല്ലാം ഒത്തന്റിക് ജാപ്പനീസ് റൈറ്റിംഗ് ആണ്. ഇവിടെ കിട്ടുന്ന സാധനങ്ങളെ പേര് ജാപ്പനീസ് എഴുതി വെച്ചേക്കാണ് തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ചോദിച്ചത്. ബെസ്റ്റ്, നിങ്ങളല്ലേ അനിമയൊക്കെ കാണുന്നത്. ഇതൊക്കെയാണെന്ന് ഇവിടുത്തെ മെനു കേട്ടോ. ഇതിൽ ഒരുവിധം ഇതൊക്കെ നല്ല ടേസ്റ്റ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതെ, പിന്നെ റാമേൻ കഴിച്ചിട്ടുണ്ട്. എക്സ്ട്രാ ചിക്കൻ തരാൻ എനിക്ക് മൊത്തം ക്യാബേജ് ആണ് കിട്ടിയത്. വീട്ടിലെ ഊണൊക്കെ ശരി, പക്ഷേ ചിക്കൻ തന്നെ കലിപ്പാവും. ചിക്കൻ റാമൻ എന്ന് പറഞ്ഞിട്ട് ക്യാബേജ് തന്നെ.
ഇല്ല ഇവിടെ എവിടെയാ മറ്റേ ചോക്ലേറ്റ് ഇതാണ് സനു ബ്രോ പറഞ്ഞ ചോക്ലേറ്റ് നമ ചോക്കോ. ഓ അടിപൊളിയാണ്, ചവച്ച് ചവച്ച് ഇങ്ങനെ ഇരിക്കുക. ഓ ഹലോ മുഷി മുഷി. ഇന്ന് തിരക്കില്ല സനു ബ്രോ. നമുക്ക് ചമ്മണം പണിഞ്ഞിരിക്കാം. ഈ ജീൻസ് ഇട്ടുണ്ടോ? ഹലോ ഒഹായോ ഗോസൈമാസ്. കണ്ടാ എന്റെ ജാപ്പനീസ് ഹായ്. ഈ സൗണ്ട് ഒന്ന് കുറയ്ക്കാൻ വല്ല വകുപ്പുണ്ടോ സനു ബ്രോ? ബ്രോ സൗണ്ട് ഒന്ന് കുറയ്ക്കൂ. ഓക്കെ താങ്ക് യുടാ. വീണ്ടും കൂടിയാ ജാപ്പനീസ് ടെക്നോളജി പറഞ്ഞാ കുറയുമോ? ഇവിടെ ഇരിക്കാം അല്ലേ? ഇവിടെ ഇരിക്കാം. ഓ ഗൈസ്, ഇവിടെ തറയിരിക്കാനുള്ള ഒരു ഫീച്ചർ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കയറിയിട്ട് തറയിൽ പരമ്പൊക്കെയാണ് അവർ ഇട്ടേക്കണത്. ഈ സ്വന ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത്. ബേസിക്കലി എനിക്ക് ഇങ്ങനത്തെ ടേബിൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നോർമൽ സീറ്റിംഗും ഉണ്ട്, പക്ഷേ കണ്ട നമുക്ക് ചമ്മണം പൂട്ടി ഇങ്ങനെ ഇരിക്കാം. സനു ബ്രോ എനിക്ക് തോന്നുന്നു എൻ്റെ വ്ളോഗ് തുടങ്ങുന്നതിന് 2 വർഷം മുന്നേ എങ്ങാണ്ടാണ് നമ്മൾ അവിടെ ഇരിക്കുന്ന ഇപ്പം ഇരുന്ന് ഫുഡ് കഴിക്കണ റൂമിൽ ഒരു മേശ വാങ്ങിച്ചിട്ട് അതുവരെ ഞാൻ താഴെ ചമ്മണം പൂട്ടിയാണ് ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ ജീവിതത്തിൽ 22 കൊല്ലം ഞാൻ തറയിരുന്നാണ് തിന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതൊരു വലിയ പുത്തരിയല്ല. സോറി ഗൈസ്, എന്നെ ചമ്മണം പൂട്ടിയിട്ട് ഞാൻ ഉരുണ്ടിങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ എന്റെ കാലൊക്കെ എടുത്ത് ഇനി അതിന്റെ അടിയിൽ കൂടെ എടുത്ത് വേണം. ഒരുവിധം ഹാഫ് ചമ്മണമായി കുറച്ച് ഫ്ലെക്സിബിലിറ്റിയിൽ വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നെ ജപ്പാൻകാര് പീറ്റിക്കാൻ കൊണ്ടുവന്നിട്ട് യോഗാസനം ചെയ്യിപ്പിക്കാണ് ഗൈസ്. ഇത് ജാപ്പനീസ് ടെക്നോളജി അല്ല. സത്യം പറഞ്ഞാൽ ജപ്പാൻകാർ ഇങ്ങനെയാണ് ഗൈസ് ഇരുന്ന് കഴിക്കുന്നത്. അവരുടെ അവർ വേണമെങ്കിൽ ഡയമണ്ട് പോസ്, യോഗയിൽ ഡയമണ്ട് പോസിലാണ് ഇരിക്കുന്നത് ഗൈസ്. എനിക്ക് തോന്നുന്നു ജപ്പാൻകാര് ഇങ്ങനെയാണ് ഇരിക്കണത് ബേസിക്കലി. അടികൂടാൻ പോകുമ്പോഴാണ് ഇങ്ങനെ ഇരുന്നിട്ടാണ്. ഇത് അടികൂടാൻ പോകുമ്പോ ഇങ്ങനെ അടികൂടാനൊന്നും പോകില്ല അവര്. അല്ല അത് വേറെ. ഇങ്ങനെയാണ് അവർ ഇങ്ങനെയല്ലേ ഇരിക്കണത്. ഇത് പക്ഷെ കഴിയാനായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ചോദിച്ചോക്കെ അവരുടെ അടുത്ത്. പക്ഷേ ഇങ്ങനെയാണ് നമ്മൾ മലയാളികൾ ഇരിക്കണേ. ഇങ്ങനെയാണ് തൽക്കാലം നമുക്ക് ഇങ്ങനെ എന്താ സനു ബ്രോ ഒരു മനുഷ്യ കുഞ്ഞുമില്ല. പണ്ട് ഇവിടെ ഭയങ്കര ക്രൗഡായിരുന്നു. ക്രൗഡ് ക്യാബേജ് കൂടി കൂടി പോയോ എനിക്ക് അറിഞ്ഞു. ഇപ്പൊ എന്തായാലും വരുമ്പോ അറിയാല്ല. ഓക്കെ, നമുക്ക് എന്തായാലും ഫുഡ് പറയാം. സനു ബ്രോ എന്തൊക്കെയാ പറയാൻ പോണ നമ്മള്? ഇവിടെ ബർഗർ ഒക്കെ വന്നു. ഓർഡർ അയ്യേ, നിങ്ങൾ ഇതിന്റെ ബാക്കിൽ ഇരുന്ന് എനിക്ക് നിങ്ങളെ കണ്ടുകൂടാ. കുറെ പുല്ലും വയ്ക്കലും ഒക്കെ ഇരിക്കണം. യു ഫ്രം ജപ്പാൻ? കണ്ട ഫ്രം നാഗാലാൻഡ്. നൈസ് ടു മീറ്റ് യു. നെയിം? ഏക്കംബിയോ. എന്തൊരു എക്കാമി. ടെറിയാക്കി ചിക്കൻ വിങ്സ്. സ്റ്റേക്ക് അവരുടെ ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആണോ? അപ്പോൾ സ്റ്റേക്ക് പറയാം. നോക്കട്ടെ. ഹാംബർഗർ. അപ്പോൾ ഇത് പറ. ഇത് എന്താ? സുക്കൂണെ ഹാംബർഗ്. ബർഗ് അറല്ല കേട്ടാ. നാഗാലാൻഡിൽ ഇതാണ് ജ്യൂസി ജാപ്പനീസ് സ്റ്റൈൽ ചിക്കൻ പാറ്റി. അല്ല പാറ്റി. ഒരു റാമൻ പറ, നമുക്ക് ഷെയർ ചെയ്യാം. ക്യാബേജ് സനു ബ്രോയും. അതാണ് അത് ഷെയർ ചെയ്യാനൊന്നുമില്ല. നമുക്ക് ഡിഫറെന്റ് സാധനങ്ങൾ എടുക്കാം, എന്നിട്ട് ഓരോരോ ബൈറ്റ് ചെയ്ത് എടുക്കാം. അത് മതി. ഹമ്പിള് വരുന്നുണ്ടല്ലോ പിന്നെ. ഓക്കെ, ഞങ്ങൾ കുറച്ച് സാമാനങ്ങൾ ഓർഡർ ചെയ്യട്ടെ. താങ്ക് യു. മുഷി മുഷി അല്ല അരികാത്തോ. ഇതെന്താ സനു ബ്രോ? സ്പ്ലിറ്റ് ചെയ്ത് തരാൻ പറഞ്ഞല്ലോ. ഇത് സ്പ്ലിറ്റ് ചെയ്ത് തരാൻ പറയാം. അതെ. Can you do one help? Can you split this? Split this into 2. Like put some in this. Like ഇത് ഇവിടത്തെ എന്താ റാമൻ? സ്പൈസി റാമൻ. സ്പൈസി റാമൻ. എനിക്കിതിന്റെ സ്മെല്ല് അടിച്ചിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവണം കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, സവാള ഉണ്ട്. കാരാ മിസോ റാമൻ. താരാ മിസോ റാമൻ. Can you just split this into 2? ഇതല്ലേ ഐക്കംബി, നാഗാലാൻഡിൽ നിന്നുള്ള. What was your name? Akemo, right? Akama. അക്കമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മച്ചി അക്കമ്മ എന്നാണ് വിളിക്കുന്നത്. അക്കമ്മി. ഇവര് സ്പ്ലിറ്റ് ചെയ്യണം രണ്ടായിട്ട്. അക്കമ്മി ഫ്രം നാഗാലാൻഡ്. നൈസ് ടു മീറ്റ് യു. അക്കാമി ഫ്രം നാഗാലാൻഡ്. He is Karthik Surya, very famous vlogger in Kerala. Thank you. ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. He is getting married actually.
ജൂലൈ. ആ മുട്ടയൊക്കെ എടുക്കണം നോക്കിയാണ് സനി ബ്രോ. കൊതിയാവണ് കണ്ടിട്ട്. ആ മഞ്ഞക്കരു പോയി. കുഴപ്പമില്ല, ഞാൻ കഴിച്ചോളാം. വയറ്റിലോട്ട് പോകുന്നത് പൊടിഞ്ഞല്ലേ പോകുന്നത്. അതെ അതെ, ഭയങ്കര കെയർഫുള്ളിയാണ് ഇതൊക്കെ ചെയ്യണത്. ഇതൊക്കെ എന്തൊരു ഇതൊക്കെ യു ക്യാൻ ഈറ്റ് കോഴ്സ്. അപ്പുറ സൈഡ് ഇംഗ്ലീഷ്, സൈഡിലാണ് ഇംഗ്ലീഷ് കേട്ടാ. ഇവിടെ ജപ്പാൻകാരൊക്കെ ജപ്പാൻകാരോട് വരുമെന്ന് ചോദിച്ചാൽ any Japanese people come here to eat? Real Japanese people? Oh, nice. അതുകൊണ്ടായിരിക്കും Come again? Those who live here. Okay. ജപ്പാനീസുകാരൊക്കെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട്. So there are people who live here, Japanese people. So many people. എന്റെ ജപ്പാൻ പരമ്പര ദൈവങ്ങളെ, നമ്മളിതൊന്നും അറിയുന്നില്ലല്ലോ. Thank you. കഴിച്ചു നോക്കിയാലോ? ക്യാബേജ് ഉണ്ടോ ഇതിൽ? ഒരു സെക്കൻഡ് ഞാൻ നോക്കണം, കാണാൻ വയ്യ ഇതിന്റെ. എടുക്കട്ടാ? ഓക്കെ, റെഡി. 1 2 3. ഓക്കെ ഗൈസ്, ഇതാണ് ഗൈസ്. ഇതുണ്ട്, ഇത് ഇതിനകത്ത് കിടക്കുന്ന ഒരു ചിക്കൻ്റെ കഷ്ണമാണ് ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് വെച്ചിട്ട് ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കുന്നു. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നു, ഊതുന്നു, വിഴുങ്ങുന്നു. എങ്ങനെയുണ്ട് വീട്ടിലെ ജപ്പാനീസ്? വീട്ടിലെ ഒറ്റ മോന്ത് ഊതി കുടിക്കാൻ വന്നപ്പം ആക്രമണത്തോടെ അടി ഒരു സാധനമാണ്. നമ്മുടെ ടോണിയിൽ അവിടെ കിട്ടുന്ന ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ടോണിയുടെ കുറച്ചുകൂടെ എക്സോട്ടിക് ആണ്, ഫാൻസിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പൊ പറഞ്ഞല്ലേ, യഥാർത്ഥ ജപ്പാൻകാരൊക്കെ ഇവിടെ വന്ന് കഴിക്കുന്നുണ്ടെന്ന്. അവന്റെ അവിടെ ജപ്പാൻകാരൊന്നും വരുന്നില്ലല്ലോ എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നു. അത്രയും രൂപ കൊടുക്കാൻ ഇല്ലെന്ന് തോന്നുന്നു. മുട്ട കാണും. അവര് ഭയങ്കര മറ്റേ കാശിന് വേർത്തായിട്ടുള്ള സാധനങ്ങൾ മാത്രം കഴിക്കുന്ന ആൾക്കാരെ അവിടെ ടോണിയിലുള്ള. അത് കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ ഫൈൻ ഡൈനിങ് ആണ്. ഇത് ഞാൻ പറഞ്ഞല്ലേ ജാപ്പനീസ് വീട്ടിലൂണാണ്. നിങ്ങളുടെ വെള്ളമില്ല, ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടം പോലെ ക്യാബേജ്. അതെ, ജപ്പാനിലെ വീട്ടിൽ ക്യാബേജ് എടുത്ത് കാണിച്ചിട്ട് വളർത്തല. ഇത് ക്യാബേജ് ആണ്. എന്താണ് ജാപ്പനീസ് ക്യാബേജ്? ഈ ചോപ്സ്റ്റിക്സ് കഴിക്കാൻ പഠിക്കുന്ന ഒരു വലിയ സ്കില്ലാണ് കേട്ടാ. അങ്ങനെയുണ്ട് സാധനം ബ്രോ. നമ്മൾ സ്പൈസിയാണ് പറഞ്ഞല്ലേ? അതെ, സ്പൈസിയാണ്. കണ്ണ് നിറഞ്ഞു വേടാ. നീ എങ്ങനെയാണ് അത് മോന്തി കുടിച്ചത്? ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോ നോൺ സ്പൈസിയാണ് കുടിച്ചത്. ഇത് പക്ഷേ സൂപ്പർ സാധനം കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു? സ്പൈസിയാണ്. അണ്ടകടാഹം വരെ കൊള്ളാം ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. കണ്ണീര് തുടച്ചിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ പിള്ളേരെ, ചോപ്സ്റ്റിക്സ് വെച്ച് നിങ്ങൾ തിന്നാൻ പഠിക്കണം. അതൊരു സ്കില്ലാണ്. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തിലൂടെ, അഭിമാനമൊന്നുമില്ല, കൈയിട്ട് വരുന്ന നാട്ടിൻപുറത്ത് തന്നെ നിൽക്കില്ല. അടുത്ത ഡിഷ് യാക്കിട്ടോറി. യാക്കിട്ടോറി. ഇത് ഗ്രില്ല് ചെയ്ത ചിക്കനാണ്. ജാപ്പനീസ് ഗ്രില്ലാണ്. ജാപ്പനീസ് ഇവരും ഭയങ്കരമായിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. ജാപ്പനീസ് ഗ്രിൽഡ് ചിക്കന് സൈഡിൽ ചമ്മന്തി. അവർ ഇതിന്റെ മുകളിൽ ഗ്രില്ല് കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ വീണ്ടും ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഇത് ചമ്മന്തി മുക്കണോ സനി ബ്രോ? എന്തെങ്കിലും പീനട്ട് പേസ്റ്റ് എന്തെങ്കിലും ആയിരിക്കും. എരിവായിരിക്കില്ല ഈശ്വര, എന്നാൽ ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട്. അണ്ടകടാം എരിയാതിരുന്ന മതിയാണ്. നല്ല ജ്യൂസി അല്ലേ? റിയലി ഫ്ലേവർഫുൾ. അതാണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്. ഭയങ്കര ജ്യൂസിയും ഫ്ലേവർ നമ്മളെ വാക്കകത്ത് ഇറങ്ങും ഗൈസ്. അങ്ങനെ അവൻ മാത്രം ഒറ്റയ്ക്ക് ജ്യൂസി ആവണ്ട ഗൈസ്. അതെ, ഞാനും ജ്യൂസി ആവട്ടെ, ഫ്ലേവർഫുൾ ആളാന്ന് നോക്കട്ടെ. നല്ല ജ്യൂസി, നല്ല സ്മോക്കി ഫ്ലേവർ, വായൊക്കെ പൊള്ളി, കുഴപ്പമില്ല, കട്ട ഫ്ലേവർ, കരിഞ്ഞു. നല്ല ഒരു കറക്റ്റ് എനിക്ക് തോന്നുന്ന ചാർക്കോളിന്റെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ കരിഞ്ഞ പാട്ടുണ്ട്, പക്ഷെ അതിന്റെ ആ ഒരു സ്മോക്കി ടേസ്റ്റും എനിക്ക് തോന്നുന്നു എന്തോ ഒരു സോസ് ഇങ്ങനെ ലൈറ്റ് ആയിട്ട് അവർ ബ്രഷ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഫ്രണ്ട്, മനസ്സിലായില്ലേ? അതാണ് ആ ഒരു കളർ ഉണ്ട് അതിന്റെ ചുറ്റും. കട്ട ടേസ്റ്റ് കേട്ടോ, യമ്മി യമ്മി. ഈ പേസ്റ്റ് കൊള്ളാം കേട്ടോ. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാൻ അറിഞ്ഞുകൂടെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിറോസിക്കയുടെ കൂടെ നടക്കണ അവനാവാൻ ഞാൻ. ബർഗർ, മറ്റേ ബർഗർ ബർഗർ സ്റ്റേക്ക് ചിക്കൻ. അവളെന്തിനു കാണിച്ചിട്ട് പോയാ? എന്തോ കാണിച്ചുവിടാ, അത് ടി വിയിൽ വന്നു വിചാരിച്ചു. ഇത് കൈ കൊണ്ടെടുത്തേട്ടാ. ഞാൻ ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോ എടുത്തു. ഇത് പൊണ്ണ സാധനം കേട്ടോ. അത്
ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ കഴിച്ചില്ല എനിക്ക് കഴിച്ചു നോക്കാം. എല്ലാം അയച്ചു കൊടുത്തു. അപ്പം നാളെ വായിരിക്കണൊക്കെ കേൾക്കുകയും ചെയ്യില്ല. ഇപ്പം തള്ളക്കി വിളി വരും. ഇപ്പം എനിക്ക് വരും തള്ളക്കി വിളി. ഞാൻ ഇങ്ങനെ കുടിക്കണത് നറൂട്ടോ റാമയും കുടിക്കുമ്പം വാക്കകത്തെടുത്തിട്ട് ഇങ്ങനെ കിണ്ടിയൊക്കെ ഇട്ടാണ് തിന്നണത്. അതുകൊണ്ട് അങ്ങനെയൊക്കെ തിന്നും ജപ്പാൻകാർ. പാത്രം എടുത്ത് വായിക്കുമ്പോഴത്തേന്ന് പറഞ്ഞ കാര്യം പറയണം. ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കിയോ? കൈകൊണ്ടെടുത്തുന്നാ മതിയോ? കൈകൊണ്ടെടുത്തുന്നാ മതിയോ? കൈകൊണ്ട് തിന്നാ ചിലപ്പോൾ അവർക്ക് അപമാനം എടുക്കാം അല്ലേ? സ്പൂണോ ഫോർക്കാ ചിലപ്പോൾ നല്ല ജ്യൂസി ആയിരിക്കും അത്. ഓക്കെ, ഇത് എന്തോ ജാപ്പനീസ് പാറ്റി. ഇതെന്തോ ജാപ്പനീസ് പാറ്റിയാണ്. പാറ്റിയാണ് ബർഗർ. ഇത് ചില ജാപ്പനീസ് റീലിലൊക്കെ നീ കണ്ടില്ലേ? ഇത് ചോറിന്റെ പുറത്ത് വെച്ചിട്ട് ഇതിന്റെ പുറത്ത് മുട്ട വെച്ച് എല്ലാം കൂടെ കട്ട് ചെയ്ത് തിന്നും. ഇത് ചിക്കൻ സ്റ്റേക്കാണ്. അതിനടുത്തോട്ട് തന്നെ കൊണ്ടുവന്ന്. ഓ, ലുക്ക് അറ്റ് ഹൗ ജ്യൂസി ആൻഡ് സോഫ്റ്റ് ഇറ്റ് ഈസ് ഗൈസ്. ഗോർഡൻ റാംസിയാ. അതാണ് ഞാൻ ഇനി ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്നെ ഏരിയ ഞാൻ ഇനി ഫുഡ് ബ്ലോഗർ ആകൂടെ. മണപ്പിക്കാവോ കഴിക്കുന്നതിന്? അങ്ങനെ മണപ്പിച്ചുകൂടാ. അല്ലല്ല, ഫുഡിന്റെ മണം എവറിത്തിങ് ഇസ് ഇമ്പോർട്ടന്റ്. മണം കൊള്ളാൻ എടാ പറ്റിയിട്ടവനെ എനിക്ക് ക്യാമറയിൽ തന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് വാവ് വാവ് എന്നൊക്കെ പറയുന്നു. അയ്യോ, എനിക്ക് വാവ് ആക്കാൻ കൊതിയായിട്ട് വയ്യ. വയ്യ മതിയടാ. ഇത് വാക്കകത്ത് വെച്ച് ചവക്കേണ്ടി പോലും മതി. പുസ്കനായി പോയി. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് തന്നെ ടേസ്റ്റ് കുടിക്കാൻ. അതാണ്, അത് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാണുന്നുണ്ടോ ഗൈസ്? കൊതിയാവുന്നില്ലേ? ചുമ്മാ വീട്ടിൽ ഇരിക്കണവരെ വിളിച്ച് കൊതിപ്പിക്കണമൊക്കെയാണ്. ഇല്ലേ ചൂടുണ്ട് എനിക്കറിയാം, എന്നാലും സാധനം സോഫ്റ്റ് അല്ലേ? മിൻസ്ഡ് ചിക്കനാണ്. മിൻസ്ഡ് ചിക്കനിൽ ഒരുപാട് സാധനങ്ങളൊക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഉള്ളിയിൽ എൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്നുണ്ട് നൈസായിട്ട്. പക്ഷേ അലിഞ്ഞു പോകണം. ഞാനും അതാണ് പറഞ്ഞത്. വായിച്ചപ്പോൾ അലിഞ്ഞു പോയി. ഒന്നുകൂടെ കഴിക്കാം. നീ ബ്ലോഗറാണെന്ന് പറഞ്ഞിട്ട് നല്ലപോലെ ഉണ്ടാക്കി തരണമെന്ന് വന്നത് കേട്ടോ. മുതലാളി ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലോഗറായി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട് ഗൈസ്. നമ്മൾ ക്യാമറയൊക്കെ എടുക്കണം എന്ന് പറയുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കും അല്ലേ? ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്. നോർമൽ കസ്റ്റമേഴ്സിന് കിട്ടുന്നതിനേക്കാളും ഒരു പൊടിക്ക് ശ്രദ്ധ കൂടുതൽ കിട്ടും. അതുകൊണ്ട് എവിടെയെങ്കിലും പോകുമ്പം ക്യാമറ എടുത്ത് കൈ ചുമ്മാ പൊക്കി പിടിച്ചോ. ഇതിനെയാണോ ഫുഡ് പോൺ എന്ന് പറയുന്നത്? ഫുഡ് പോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് ഫുഡ് വെച്ചിട്ട് തിന്നണേ. അല്ലല്ലേ, അതാണ് ഫുഡ് പോൺ എന്ന് പറഞ്ഞാൽ ഫുഡ് കണ്ടിട്ട് നമ്മളിങ്ങനെ അതിനെ എൻജോയ് ചെയ്യുന്നതിനായിരിക്കും ചിലപ്പോൾ പറയുന്നത് ആയിരിക്കടാ. എനിക്ക് അറിഞ്ഞൂടാ അതിനെ പറ്റിയുള്ള നോളജ്. ഹാഷ്ടാഗ് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. അതിന്റെ ഉദ്ഭവത്തിനെ പറ്റി എനിക്ക് വലിയ പിടി. അതെ, ഞാൻ ചമ്മന്തി മുക്കി ബാർബിക്യൂ ചിക്കൻ തിന്നണ്ട. ഇതിന്റെ പേരൊക്കെ ഞാൻ മറന്നു പോണു. പുല്ല് നമ്മൾ കുറച്ച് കഴിക്കട്ടെ ഗൈസ്. ഇതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് വരാം. കഴിച്ചെഴുന്നേറ്റ് ഗൈസ്. ഇപ്പോഴത്തേക്കും മുതലാളി എത്തി. ഹലോ, ഹൗ ആർ യു? Nice to meet you too. We have met once before. Do you remember? I don't think you remember. Like the first time we saw. Yes, yeah. He was with me. Do you remember him? He was with me. I'll hold this. Okay. So you are basically from Tokyo, Japan. Tokyo, Japan. Yes. And what made you open a restaurant in Kochi? It's a long story, but this is my dream. Yeah, this was my dream. Yes, to open Japanese restaurant in India. In India? Yes. And what made you choose Kochi? Yes, I searched more than 60 cities in India. Yes. And then finally came here. Because I love Kochi, that's why. What do you love about Kochi? I love Kerala people. You love Kerala people? Yeah. Kanda Sani bro. Yes. I also love Japanese people. Yeah, me too. Yeah. And how's it going? Yeah. It's a very it's so much fun.
So much fun. Yeah. And when will you be going back to Japan? Next month. Next month. Next month? Yes, around 2 weeks. 2 weeks. Great. Anyway, the food is getting better actually. Better. I love that burger, that patty, Yes. the new one. Yeah, new one. Super soft and Yeah. juicy, really. soft. Is this the same way you make in Japan? Like Yes. it's the same thing? Yes. the same way you make in one. Japan. Yes, Japan's the number ramen one. also? Ramen also. Yes. അപ്പോൾ ജപ്പാനിലെ വീട്ടിലെ ഊണാണെന്ന് ചോദിച്ചാണ്. He just want to know what's the difference between the fancy ramen and the ones you serve here. What is? Pretty different. More homely. Why did you choose this kind of ramen? There should be a reason, right? Yes. Like- No, just this is authentic Japanese Japanese ramen. Oh. Yeah, Japanese Like ramen. what you get in Japan. This is like something that you get in Japan. What do you mean? Like the taste will the taste be the same? The ramen you As get in here, Japan. or in the Japan? same in Yeah, Japan? Same taste. The same taste. Same taste. Like if somebody from Japan comes and have this, Yes, they love. They love? Yeah, they love Japan. Yeah, ramen also. Tsukune hamburgers also. Oh. And yakitori also. They love that. so the Appo taste is ishtamada. almost the same. Yeah, almost What do you same. get? You are trying to make it almost like how you get in Japan, right? Yeah. Okay. Anyway, thank you. Thank you. The food was really great. Thank you. Thank you very much. We loved it. ആ ഇനി ബില്ലൂടെ എടുക്കാൻ പറയാം. Yes. നമുക്ക് പുള്ളിക്കാരനൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു guys. ശരിക്കും could you say something in Japanese for our audience please? Arigatou gozaimasu. Arigatou gozaimasu means thank you very much. Yeah, I got that. Please visit our restaurant. You can tell in Japanese. Restaurant Okay. here. 皆さんどうぞ桜小淵に、お越しください。本当の日本のご飯を食べることができると思います。Yes. അനിമയൊക്കെ കണ്ട പോലെ. He is an anime fan. Yeah, I'm a big anime fan. Yes. Especially One Piece fan. Oh, I'm this fan. Do you like One Piece? Oh, I'm different. You are not an anime fan അത്ര ജപ്പാൻ. Big fan of anime. You are big fan of anime. Good. ആ ഇതങ്ങേ. Oh, he is your son, right? This is We met that day. nice to meet you. Ohio. Ohio. Konnichiwa. Konbawa. Yes. Konbanwa in the evening. Konbawa in evening. നീ പഠിച്ചതൊന്നുമല്ല. Oh, so konnichiwa in morning. In the morning. Oh. In the morning. Ohio gozaimasu in the morning. Yes. Afternoon. Konnichiwa. Afternoon konnichiwa. After maybe 6:30. Konbanwa. Konbawa. After dark. Kumbawa. Dark konbawa. Kumpawa. Then konbawa. Konbanwa. Okay, great. Your name? Kochi. Kochi? Kochi. You tell me, I will. Kochi? Yes, Kochi. Kochi. Yeah. Kochi. Takeo. Takeo. Yes. His name is Takeo. That I know. What's your name? Kochi. Koki. Yes, Kochi. And the very Kochi. And the very Koki asset. One more thing. Is there a place in Japan called Kochi? Yeah. Kochi. Kochi, no? Kochi. Pronunciation. You have a place called Kochi in Japan. Kochi. 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 Yeah, but spelling is same. Kochi. Spelling is same, but Yes. pronunciation is It's different. Kochi. Okay, anyway, it was nice meeting you guys. All the best for your restaurant. Thank you. And I heard you are bringing grill on the top. When will that be? We are looking forward to that. മേളിലൊരു ഗ്രില്ല് തുടങ്ങാനായിട്ട് ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഗൈസ്. അനുബ്രോ അതാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. You bring it, we will come for പക്ഷേ sure. നല്ല ഫുഡാണ്. We are ഇത് ബില്ല് fans കൂടെ of കാണിച്ചു grill. തരാം. അപ്പോൾ എനിക്ക് Especially എത്രയാണ് Japanese കോസ്റ്റ് എന്ന് grill ഐഡിയ. is going to be- ഓക്കെ, ബില്ല് 1030 രൂപയാണ് കേട്ടോ. അത് വലിയ കുഴപ്പമില്ല അല്ലേ സനുബ്രോ? Yes, it's very ബാക്കിൽ എന്തായിരിക്കണം? Japanese ഡിസ്കൗണ്ട് currency. കൂപ്പൺ ആണെന്ന് തോന്നുന്നത്. 550 off. For Thank you. lunchtime use only. ആണോ? ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ 50 രൂപ കുറച്ച് തരുമോ? താങ്ക് യു. അപ്പോൾ 100 രൂപ ഓഫ് ഉണ്ട്. ചോദിക്കണ്ടായിരുന്നു. So altogether 200 rupees off. പക്ഷെ ഇല്ല, ഇത് പിടിച്ച സാധനം ബ്രോ ഇല്ല. ഇത് ആൾക്കാർ പറയും ഞാൻ ഇത് പൈസ വാങ്ങിച്ചിട്ട് ചെയ്യാനാണ്. നല്ലേ ഗൈസ്, ഇത് നമ്മുടെ എക്സ്പ്ലോറേഷൻ സീരീസ് ആണ്. 1030 രൂപ വലിയ കുഴപ്പമില്ലാത്ത ബില്ലാണ്. ഹാംബർഗർ 200, കരാമിസോ റാമേൻ 440, യാക്കിട്ടോറി 390. അത്യാവശ്യം Reasonable റീസണബിൾ പ്രൈസ് ആണ്. ഓക്കെ, ബില്ലടച്ചിട്ട് ഇതാ വരുന്നത്. എൻ്റെ പാൻറ് ഊരി പോകണം ഗൈസ്. നമുക്ക് അവർ ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ തന്നത് 200 രൂപ ഡിസ്കൗണ്ട് കൂപ്പൺ കിട്ടി. ഇതൊക്കെ പോട്ട് ലഞ്ചിന് വന്നിട്ട് 200 രൂപ കുറച്ചിട്ട് റാമൻ അടിച്ചിട്ട് ഞാൻ പോകും. ഇതാണ് ഇങ്ങനെ ഈ സൈഡ്. അത് പക്ഷെ കൊള്ളാം. ജാപ്പനീസ് പൈസയുടെ കറൻസിയുടെ ഷേപ്പിൽ ഡിസ്കൗണ്ട് കൂപ്പൺ. ലൈക്ക് വെരി നൈസ് പീപ്പിൾ ഗൈസ്.
മലയാളികൾ ഇഷ്ടമുള്ള ജാപ്പനീസുകാര് നമ്മൾ അതേ സ്നേഹം തിരിച്ചും കൊടുക്കണം. അതെ, അത് നമ്മുടെ ഉത്തരവാദിത്തമായി എടുക്കേണ്ടതാണ്. അവരെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. ആണ്. അല്ല, ജപ്പാൻകാരോട് എനിക്ക് പ്രത്യേകം ഒബ്വിയസ്ലി അയാൾക്ക് ലോകത്ത് ഇത്ര സിറ്റീസിൽ പോയിട്ട് പുള്ളി കൊച്ചി തന്നെ വന്നെങ്കിൽ ഇന്ത്യയിലെ ഇത്രയും സിറ്റീസ് 60 സിറ്റീസിൽ കൂടുതൽ പോയിട്ട് അത് കേരളത്തിൽ തന്നെ, അതും കൊച്ചിയിൽ വന്ന് തുടങ്ങി എന്ന് പറയുമ്പോ വലിയ കാര്യമാണ്. അതെ, അത് പുള്ളിക്കാരെ എന്തോ കണ്ടിട്ടുണ്ട് ഇവിടെ. അതെന്താണ് വലിയ തിരക്കൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷെ ഫുഡ് അടിപൊളിയാണ്. തിരക്കില്ല, ആളില്ല ഇന്ന് ഇവിടെ. നമ്മൾ വേറൊരു ഫാമിലി മാത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊക്കെ നിറച്ച് നമ്മൾക്ക് ബുക്ക് ചെയ്തിട്ട് വരേണ്ട അവസ്ഥയായിരുന്നു ലാസ്റ്റ്. എന്തായാലും അടിപൊളിയായിരുന്നു ഗൈസ്. നമ്മള് വന്നില്ല, നമ്മൾ അവന്റെ അച്ഛനും അമ്മയും കൊണ്ട് ഓൺ ദ വേണം. അപ്പോൾ നമ്മൾ തിന്നു കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇനി ഞങ്ങൾ പോവാണ് ഗൈസ്. അടുത്തത് ഇനി പോർച്ചുഗൽ വേണോ, കൊറിയൻ വേണോ, ടർക്കിഷ് വേണോ, ഉസ്ബെക്കിസ്ഥാൻ കമന്റിൽ ഉസ്ബെക്കിസ്ഥാൻ ഞാൻ ഉസ്ബെക്കിസ്ഥാൻ കണ്ടുപിടിച്ചിട്ട് കൊണ്ടുപോകും ഗൈസ്. ഏത് രാജ്യം വേണോ നിങ്ങൾ പറയൂ ഗൈസ്, നമ്മൾ ആ രാജ്യം വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അത് നമ്മളെ കൊച്ചിയിൽ. അതെ അതെ, ബാക്കി രാജ്യത്തിൽ പോകാൻ ബഡ്ജറ്റ് ഇല്ല. പക്ഷെ ഉള്ള ബഡ്ജറ്റ് വെച്ച് എല്ലാം മറ്റേ അത്രയും ഒതന്റിക് ആണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ല. ഇല്ല, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം. അവര് ട്രൈ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ ഫുഡ് കഴിക്കാൻ വന്നേടാ, ജപ്പാനീസ് ഫുഡ് ഇഷ്ടമാണോ? ആണോ, നീ കഴിക്കാറുണ്ടോ? അടിപൊളി, സെറ്റ് സെറ്റ് സെറ്റ്, നൈസ് മീറ്റ്. ശരിയടാ, സന്തോഷം കണ്ടാലും. അപ്പൊ നമുക്കൊരു ടാറ്റ കൊടുക്കാം സനു ബ്രോ. ബൈ ബൈ ഗൈസ്. അടുത്ത ഏത് രാജ്യം വേണമെന്ന് പറയൂ. അടുത്ത രാജ്യം പറയൂ, നമ്മൾ അവിടെ പോകും. ഇപ്പൊ 2 ജപ്പാനും 1 ഇറ്റലിയായി. ബൈ ബൈ. ശരിയാണ് കേട്ടാ. അതെ.